ബിഗ് ബോസ് മലയാളം സീസൺ 6-ൽ നിന്നും അങ്ങനെ ജാൻമണി വിട പറഞ്ഞിരിക്കുകയാണ്. നമുക്ക് മുൻപ് തന്നെ അറിയുമായിരുന്നു ജാൻമണി ഇന്ന് എവിക്റ്റ് ആവുന്നുണ്ട്. വീക്കെൻഡ് എപ്പിസോഡിൽ എവിക്റ്റ് ആവുന്ന ഒരു മത്സരാർത്ഥികളിൽ ഒരു പേര് ജാൻമണിയുടെയാണ് എന്നുള്ളത്. പക്ഷേ നാടകീയമായ രംഗങ്ങൾ തന്നെയാണ് തീർച്ചയായും ബിഗ് ബോസ് വീട്ടിൽ ഇന്ന് നടന്നത്. അതായത് ഒരു ആക്ടിവിറ്റി ഏരിയയിലേക്ക് കയറിയ സമയം മുതൽ ജാൻമണി വല്ലാതെ ടെൻഷനിലായിരുന്നു. ആരായിരിക്കും എവിക്റ്റ് ആവുന്നത് എന്നുള്ള ആ ഒരു വിഷയത്തിൽ. അവസാനം അൻസിബയും ജാൻമണിയും വന്ന സമയത്ത് പോലും ആ ഒരു റെഡ് ലൈറ്റ് ജാൻമണിയുടെ നേർക്ക് അടിക്കുന്ന സമയത്ത് ജാൻമണി വല്ലാതെ കൺഫ്യൂഷനിലും വല്ലാത്തൊരു വിഷമം ജാൻമണിയുടെ മുഖത്ത് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സ്റ്റേജിലോട്ട് വിളിക്കുമ്പോഴും കണ്ടസ്റ്റൻസിനോട് എല്ലാവരോടും യാത്ര പറയുമ്പോഴും ജിൻഡോയൊക്കെ കെട്ടിപ്പിടിക്കുന്ന ആ ഒരു സമയത്ത് ഒരു പക്ഷേ അത് കണ്ടുകൊണ്ടിരുന്ന പ്രേക്ഷകർ എല്ലാവരും കരഞ്ഞിട്ടുണ്ടാവും എന്നെനിക്ക് തീർച്ചയായും ഉറപ്പാണ്. അത്രമാത്രം വികാരഭരിതമായ നിമിഷങ്ങളായിരുന്നു ഇന്ന് ബിഗ് ബോസ് വീട്ടിൽ നടന്നത്. എല്ലാ മത്സരാർത്ഥികളും തന്നെ ജാൻമണിയുടെ ഈ ഒരു വിടവാങ്ങലിൽ അതിയായ സങ്കടത്തിൽ തന്നെയായിരുന്നു. അത്രമാത്രം കരഞ്ഞുകൊണ്ടാണ് അതിനുശേഷം സ്റ്റേജിലേക്ക് വന്ന് ലാലേട്ടനോട് സംസാരിക്കുമ്പോൾ പോലും ലാലേട്ട ഒരവസരം കൂടി തരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് കരഞ്ഞ് അലറി കരയുന്ന ഒരു ജാൻമണി നമുക്ക് കാണാനേ സാധിക്കുമായിരുന്നു. സാധാരണ ബിസിനസ് ക്ലാസ്സിൽ യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. സാധാരണ നിങ്ങൾ വിചാരിക്കുന്ന പോലുള്ള ഒരാളല്ല എന്ന് പറയുന്ന ഒരു ധാർഷ്ട്യമൊന്നും ജാൻമണിയുടെ ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നില്ല. തികച്ചും വല്ലാത്തൊരവസ്ഥ, അല്ലെങ്കിൽ താൻ തകർന്നു പോയി എന്നുള്ള ഒരു അവസ്ഥയിലായിരുന്നു ജാൻമണി. തീർച്ചയായും ഒരുപക്ഷെ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിലെ തന്നെ ആദ്യത്തെ സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. കേരളത്തിലെ ആദ്യത്തെ സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്നുള്ള ഒരു കാറ്റഗറിയിലാണ് ജാൻമണി ബിഗ് ബോസ് വീട്ടിലേക്ക് കടന്നു വരുന്നത്. തീർച്ചയായും ഇനി ഒരുപാട് അവസരങ്ങൾ ജാൻമണിയെ തേടി വരട്ടെ എന്ന് മാത്രമേ നമുക്ക് ആശംസിക്കാനാവൂ. കാരണം ബിഗ് ബോസിൽ ഇതൊരു ഗെയിം ഷോ ആണ്. അതുകൊണ്ട് തന്നെ വീണ്ടും ഒരു അവസരം എന്നുള്ളത് ഒരിക്കലും കിട്ടില്ല. അതൊരു വാസ്തവം തന്നെയാണ്. ലാലേട്ടൻ പറയുന്ന പോലെ ഇതൊരു ഗെയിം ഷോ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ജാൻമണി അവിടെ കളിച്ച ആ ഒരു ഗെയിമിൻ്റെ അടിസ്ഥാനത്തിൽ പ്രേക്ഷക വിലയിരുത്തലുകൾ അല്ലെങ്കിൽ പ്രേക്ഷക വിധി പ്രകാരമാണ് ജാൻമണി പുറത്തേക്ക് പോയിരിക്കുന്നത്. പക്ഷേ ജാൻമണിക്ക് ഒട്ടും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ലാലേട്ടൻ ജാൻമണി എവിക്റ്റ് ആയി എന്ന് പറയുമ്പോഴും അതൊരിക്കലും തനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു ജാൻമണിയും അത് കണ്ടുകൊണ്ടിരുന്ന പ്രേക്ഷകരും. വ്യക്തിപരമായി എനിക്ക് ഒരുപാട് വിഷമമുണ്ടായിരുന്നു. ഒരുപക്ഷെ ഈ ഒരു ബിഗ് ബോസ് മലയാളം സീസൺ 6 ഏറ്റവും കൂടുതൽ ട്രോളുകളും അതുപോലെ തന്നെ റീൽസൊക്കെ ഇറങ്ങിയത് ജാൻമണിയുടെ ആ ഒരു ബിസിനസ് ക്ലാസ് ആ ഒരു സംഭാഷണത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു കൊച്ചുകുട്ടിയുടെ റീലൊക്കെ ലാലേട്ടൻ അവിടെ പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു. എന്തായാലും ജാൻമണിക്ക് നല്ല അവസരങ്ങൾ ഇനിയും വരട്ടെ. ഒരുപാട് ഉയരങ്ങളിലേക്ക് ജാൻമണിക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു, അഭിനന്ദിക്കുന്നു. സോ പ്രേക്ഷകർക്ക് എന്താണ് ജാൻമണിയുടെ ഈ ഒരു വിഷനെ കുറിച്ച് പറയാനുള്ളത്? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ബിഗ് ബോസ് മലയാളം സീസൺ 6 കൂടുതൽ ലൈവ് അപ്ഡേറ്റുമായി വീണ്ടും നമ്മൾ കൂടിച്ചേരുന്നതായിരിക്കും.